എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 5 ശ്ലോകം 23 മുതൽ 31 വരെ 9 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. കൃതയുഗത്തില് എങ്ങനെയാണ് ഭഗവാനെ ഭജിക്കേണ്ടത് എന്ന് പറയുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 23. ഹംസ സുപർണോ വൈകുണ്ഠോ ധർമ്മോ യോഗേശ്വരോ മല ഈശ്വര പുരുഷോ വ്യക്ത പരമാത്മേതി ഗീയതേ. ഹംസൻ, സുപർണൻ, വൈകുണ്ഠൻ, ധർമ്മൻ, യോഗേശ്വരൻ, അമലൻ, ഈശ്വരൻ, പുരുഷൻ, അവ്യക്തൻ, പരമാത്മാവ് എന്നിങ്ങനെയുള്ള നാമങ്ങൾ കൊണ്ട് സ്തുതിക്കപ്പെടുന്നു. ത്രേതായാം രക്തവർണോസൗ ചതുർബാഹുസ്ത്രിമേഖല ഹിരണ്യകേശത്രയ്യാത്മാ സൃക്സ്രുവാദ്യുപലക്ഷണ. ത്രേതായുഗത്തില് ഭഗവാൻ തുടുത്ത നിറത്തോടും 4 കൈകളോടും ദീക്ഷയുടെ അംഗമായി 3 പിരിയുള്ള മഞ്ഞക്കയറോടും സ്വർണവർണ്ണമുള്ള തലമുടിയോടും ഋക്ക്, യജുസ്, സാമം എന്നീ വേദങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്ന സ്വരൂപത്തോടും സൃക്ക്, സ്രുവ ഇതൊക്കെ യാഗത്തിന് നെയ്യ് ഹോമിക്കാനുള്ള ഉപകരണങ്ങളാണ്. സൃക്ക്, സുവം ഇവയാകുന്ന അടയാളത്തോടും കൂടിയവനാകുന്നു ത്രേതായുഗത്തില്. തം തദാ മനുജാദേവം സർവദേവമയം ഹരിം യജന്തി വിദ്യയാത്രയ്യാ ധർമ്മിഷ്ഠാ ബ്രഹ്മവാദിന. ത്രേതായുഗത്തില് മനുഷ്യര് ധർമ്മത്തിൽ നിന്ന് തെറ്റാത്തവരും വേദവാക്യങ്ങളുടെ അർത്ഥം ശരിയായി അറിഞ്ഞ് വേദാധ്യയനം ചെയ്യുന്നവരുമാണ്. അങ്ങനെ അവര് ഇന്ദ്രാദികളായ സർവ്വദേവന്മാരുടെയും പരമാർത്ഥ സ്വരൂപത്തോടു കൂടിയവനും എല്ലാറ്റിനെയും സ്വാംശത്തല പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനുമായ ഹരിയെ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങള് ഭഗവാനായിക്കൊണ്ട് സമർപ്പിച്ചും കൊണ്ട് ചെയ്യുക എന്ന ആ ധർമാനുഷ്ഠാനത്താൽ പൂജിക്കുന്നു. വിഷ്ണുർ യജ്ഞ പൃശ്നിഗർഭ സർവദേവ ഉരുക്രമ വൃഷാകവിർജയന്തശ്ച ഉരുഗായ ഇതീര്യതേ. സർവത്ര വ്യാപിച്ചവനായതുകൊണ്ട് വിഷ്ണു എന്നാണ് വിളിക്കുന്നത്. അതാണ് വിഷ്ണു എന്നുള്ള വാക്കിന്റെ അർത്ഥം. സർവത്ര വ്യാപിച്ചവൻ, ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഈ വിഷ്ണു യാഗത്തിന്റെ അടിസ്ഥാന ദേവതയായതുകൊണ്ട് യജ്ഞ. സുതപസ് എന്ന പ്രജാപതിയുടെ ഭാര്യയായ പൃശ്നിയുടെ പുത്രനായി അവതരിക്കയാൽ പൃശ്നിഗർഭൻ. സർവദേവസ്വരൂപനാകയാൽ സർവദേവൻ. അനേകവിധ ലീലകളോടുകൂടിയവനാകയാൽ ഉരുക്രമൻ. ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുകയും ദുഃഖങ്ങൾ മുഴുവനും നശിപ്പിക്കുകയും ചെയ്യുന്നവനാകയാൽ വൃഷാകപി. എല്ലായ്പ്പോഴും എല്ലാറ്റിനെയും യജിക്കുന്നവനാകയാൽ ജയന്തൻ എന്നിങ്ങനെയുള്ള നാമങ്ങളാൽ ഭഗവാനെ ഭക്തന്മാര് കീർത്തിക്കുന്നു. ഭക്തന്മാരിൽ കാമങ്ങൾ വർഷിക്കുന്നവനാകയാൽ വൃഷൻ. ഭക്തന്മാരുടെ ക്ലേശത്തെ ആകമ്പനം ചെയ്യുന്നത് കൊണ്ട് ആകപി. ഇങ്ങനെ വൃഷാകപി എന്നുള്ള ആ പേര് അങ്ങനെയാണ് സിദ്ധിച്ചത് എന്ന് പറയുന്നു. ദ്വാപരേ ഭഗവാൻ ശ്യാമ പീതവാസ നിജായുധ ശ്രീവത്സാദിഭിരംഗശ്ച ലക്ഷണേ ഉപലക്ഷിത. ദ്വാപരയുഗത്തില് ഭഗവാൻ ശ്യാമള നിറമുള്ളവനും അതസി എന്ന് പേര് പറയപ്പെടുന്ന പുഷ്പത്തിന് തുല്യമായ നിറമുള്ളവനും മഞ്ഞപ്പട്ടു ധരിച്ചവനും ശംഖം, ചക്രം, ഗദ, പത്മം എന്ന ആയുധങ്ങളോട് കൂടിയവനും മാറിൽ വലത്തുഭാഗത്ത് രോമങ്ങളുടെ പ്രദക്ഷിണാകാരമായുള്ള ആ ചുഴിയാകുന്ന ശ്രീവത്സം എന്ന മറുവിനാലും കൗസ്തുഭം, വനമാല എന്നീ ബാഹ്യചിഹ്നങ്ങളാലും അടയാളപ്പെടുന്നവനും ആകുന്നു ദ്വാപരയുഗത്തിൽ. തം തദാ പുരുഷം മർത്യ മഹാരാജോപലക്ഷണം യജന്തി വേദതന്ത്രാഭ്യാം പരം ജിജ്ഞാസവോ നൃപ. അല്ലയോ രാജാവേ, ഭഗവത് തത്വം അറിയണം എന്ന ആഗ്രഹമുള്ള ജനങ്ങള് ദ്വാപരയുഗത്തിൽ മഹാരാജാവിനുള്ള ചാമരാദികളോടുകൂടിയവനായി പരമപുരുഷനായിരിക്കുന്ന ആ ഭഗവാനെ വേദത്തിലും തന്ത്രത്തിലും പറഞ്ഞ രീതിയില്
ആരാധിക്കുന്നു. എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. നമസ്തേ വാസുദേവായ നമഃ സംകർഷണായ ച പ്രദ്യുമ്നായ നിരുദ്ധായ തുഭ്യം ഭഗവതേ നമ. 6 ഗുണങ്ങൾ തികഞ്ഞ വാസുദേവനായിരിക്കുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. സംകർഷണനായ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. പ്രദ്യുമ്നായ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. അനിരുദ്ധനായ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. നാരായണായ ഋഷയെ പുരുഷായ മഹാത്മനെ വിശ്വേശ്വരായ വിശ്വായ സർവഭൂതാത്മനെ നമ. നാരായണ ഋഷിയായ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. മഹാത്മാവായ പരമപുരുഷനായിക്കൊണ്ട് നമസ്കാരം. സർവ്വലോകങ്ങളുടെയും ഈശ്വരനായിരിക്കുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. സമസ്ത ലോകരൂപനായ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. സർവ്വരൂപങ്ങളുടെ ഉള്ളിലും ആത്മസ്വരൂപനായിരിക്കുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഇങ്ങനെ ഭഗവാനെ സ്തുതിക്കുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.